മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലുണ്ടെന്ന് സംശയം. കാണാതായ ദിവസം രാത്രി പാലക്കാട് KSRTC സ്റ്റാൻഡിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ അമ്മ 24-നോട് പറഞ്ഞു. വിഷ്ണുജിത്തിനെ കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. പ്രതീക്ഷ ഉണ്ട്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ന്യൂസ് ചാനലിൽ വന്നതുകൊണ്ട് SP-ൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തതുകൊണ്ട് ഇങ്ങനെ 2 ബാച്ചായിട്ട് പോയിട്ടുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണേ. അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാണ്. എനിക്ക് പറ്റില്ല, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവനറിയുന്ന കാര്യമാണ്, അവൻ എവിടെ ഉണ്ടെങ്കിലും വരും. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇപ്പോൾ 5 ദിവസമാകുന്നു ഇദ്ദേഹത്തെ കാണാതായിട്ട്. കോയമ്പത്തൂരിലുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണോ പോലീസ്? 2 വിഭാഗമായി തിരിഞ്ഞൊക്കെയുള്ള പരിശോധനയാണ്. അതിൽ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ തിരച്ചിലിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങളാണ് 24 ഇന്ന് പുറത്തുവിട്ടത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി, അതായത് കാണാതാകുന്ന ദിവസം വൈകുന്നേരം 7:45-ന് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സിലേക്ക് വിഷ്ണുജിത്ത് 7:45-ന് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് 24 ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലും വിശദമായ പരിശോധന നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് പോയ പോലീസ് സംഘവും ഒപ്പം തന്നെ കസബ, വാളയാർ പോലീസ് സംയുക്തമായാണ് നിലവിൽ യുവാവിനായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ വിഷ്ണുജിത്തിന്റെ അമ്മ പറയുന്നത് മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നിലവിൽ അന്വേഷണത്തിൽ ഒരു പുരോഗതി കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ വിഷ്ണുജിത്തിന്റെ അമ്മയും വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി രാവിലെ പാലക്കാട്ടേക്ക് വിവാഹത്തിനാവശ്യമായ പണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോകുന്നത്. തുടർന്ന് സുഹൃത്ത് അവിടെ നിന്ന് 1 ലക്ഷം രൂപ നൽകിയെന്നും വിഷ്ണുജിത്ത് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം 8 മണിയോട് കൂടെയാണ് വിഷ്ണുജിത്ത് ഏറ്റവും ഒടുവിലായി വീട്ടിലേക്ക് വിളിക്കുകയും താൻ അടുത്ത ദിവസം വരുമെന്നും വീട്ടിൽ അറിയിക്കുകയും ചെയ്യുന്നത്. പിന്നാലെ 8:10 കൂടി കഞ്ചിക്കോട് ടവർ ലൊക്കേഷന് കീഴിൽ വെച്ചാണ് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ ഓഫാകുന്നത്. അതിന് പിന്നാലെയാണ് വിഷ്ണുജിത്തിനെ കാണാതായി എന്നുള്ള കാര്യം അറിയുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും കുടുംബവും എല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അനുജ, ഇതിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടോ? അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഈ തിരോധാനം എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കുടുംബത്തിന് സംശയമുണ്ടോ? സമീർ, നിലവിൽ വിഷ്ണുജിത്തിന് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ ഈ പാലക്കാട് നിന്ന് സുഹൃത്ത് 1 ലക്ഷം രൂപ വിഷ്ണുജിത്തിന് നൽകിയതായും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പാലക്കാടുള്ള വിഷ്ണുജിത്തിന്റെ സുഹൃത്തുക്കൾ വഴിയും മറ്റുള്ളവരുടെ മൊഴിയെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ എടുത്തു പറയത്തക്ക ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ള ഒരു കാര്യം. അനുജ, അതാണ് വിഷ്ണുജിത്ത് ഇപ്പോഴും എവിടെയാണ് എന്നതിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. 5 ദിവസമായി അദ്ദേഹത്തെ കാണാതായിട്ട്. കോയമ്പത്തൂരിലുണ്ട് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമാകുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് 24 ആണ്.